നമുക്ക് ഈശോയെ സ്തുതിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ചിന്തകൾ ഉയർത്തി എല്ലാം ദൈവികാരീശോയുടെ സന്നദ്ധയെ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഈശോ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന എല്ലാ മക്കളെ യേശുവേ അവിടുത്തെ വലിയ കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷങ്ങളില് നിന്റെ സ്നേഹത്തിന്റെ വലിയ ആഴമറിയാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി ഒരുക്കണേ. ഈ വിശുദ്ധമായ നിമിഷങ്ങളിലേക്ക്, ദൈവാനുഗ്രഹത്തിന്റെ വിശുദ്ധ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് എല്ലാ കൃപകളെ ഓർക്കാം. ഓരോ സ്നേഹ പറഞ്ഞു, ഞാൻ എന്താണോ അത് ദൈവകൃപയല്ല. വിശുദ്ധനോട് ചേർന്ന് നമുക്ക് പറയാം, അവന്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയാം, എല്ലാം നിന്റെ കൃപയാ. നീ എല്ലാം തന്നതാ. ഈ നിമിഷങ്ങളില് ഈ ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യാരാധനയില് പങ്കെടുക്കാൻ കഴിഞ്ഞത് അവന്റെ കൃപയാ. എന്റെ ജീവിതം മുഴുവൻ അവന്റെ കൃപയാ. ഞങ്ങളുടെ കുടുംബം, പ്രിയപ്പെട്ടവർ, സാധ്യതകൾ എല്ലാം നീ തന്നതാ. എല്ലാ കൃപകളെ ഓർത്തു നന്ദി പറയുന്നു. ഈശോയെ നന്ദിയോടെ ഓർക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളെല്ലാം അവൻ നമുക്ക് തരിക. നന്ദിയോടെ ഓർക്കാം. അവന്റെ സ്നേഹത്തെ ഓർക്കാം, അവന്റെ കരുതലിനെ ഓർക്കാം. എപ്പോഴും നമ്മുടെ കൂട്ടിലുള്ള ദൈവത്തെ ഓർക്കാം, കൂടെയുള്ള ദൈവത്തെ ഓർക്കാം. ദൈവമേ നന്ദി, ആരാധന. ഇവിടുത്തെ വലിയ കൃപകളുടെ അഭിഷേകം എന്നിലേക്ക് പറ്റിക്കണമേ. എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ അവൻ കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങൾ, വേദനയുടെ നിമിഷങ്ങളിൽ, സഹനത്തിന്റെ നിമിഷങ്ങളിൽ തോളിലേറ്റി കൂടെയുണ്ടായിരുന്ന ദൈവം, ആവശ്യ നേരത്ത് ഒത്തിരി സ്നേഹിതരെ തന്ന് അനുഗ്രഹിച്ച ദൈവം, ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് മൗനമായി ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാൻ അവനെ നോക്കി കരങ്ങൾ കൂട്ടി എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ വലിയ അടയാളമായ മക്കളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ, വീടിനെ ഓർത്ത്, നമ്മുടെ ജോലിയെ ഓർത്ത്, നമ്മുടെ കൃഷിയെ ഓർത്ത്, നമ്മുടെ സാധ്യതകളെ ഓർത്ത് ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, എല്ലാറ്റിനും മേലെ സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, എല്ലാറ്റിലും മേലെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഒത്തിരി കുറവുള്ളവരാ,
പരിധികളും പരിമിതികളുള്ളവരെ പറ്റി ജീവനേക്കാളും ആയുസ്സിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നു. നീ അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചു. നിന്റെ അവസാന തുള്ളി രക്തം വരെ ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങൾക്ക് ആശ്വാസമാകാൻ സ്നേഹിക്കുക. ഏറ്റുപറയുന്നു, നീ എൻ്റെ സ്വന്തമാണ്. പൂർണ്ണമായി ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കൈപിടിക്കണേ, സ്വീകരിക്കണേ, ചേർത്ത് വയ്ക്കണേ, കൂടെ ഉണ്ടാകണേ, കൂട്ടിനുണ്ടാകണേ. നമുക്ക് ഈ സമയം പൂർണ്ണമായി സമർപ്പിക്കാം. ഏറ്റവും വലിയ ആരാധന സമർപ്പണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമർപ്പണത്തിന് മുമ്പിലാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, അഖിലാണ്ടങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയവൻ, മനുഷ്യന്റെ നൊമ്പരം കണ്ട്, വേദന കൊണ്ട്, സഹനം കണ്ട് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ത്യാഗമായി, ബലിയായി കുരിശുമരണം ഏറ്റുവാങ്ങി സഹിക്കാവുന്നതിൻ്റെ മുഴുവൻ സഹിച്ച് അവസാനം നമ്മുടെ കൂടെയാകുവാൻ, നമ്മുടെ കൂടെയാകാൻ ഞാനുണ്ട് എന്ന് നിന്നെ ഓരോ നിമിഷവും അർപ്പിക്കാവൻ അപ്പമായി അവൻ. ഇതാണ് ഏറ്റവും വലിയ സമർപ്പണം. ദൈവം അപ്പമായി